കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്തെ പ്രമുഖ ക്യാമ്പസുകളായ മാർ ഇവാനിയോസ് അതുപോലെ തന്നെ കാര്യവട്ടം ക്യാമ്പസുകളിൽ നടന്ന SFIയുടെ ആക്രമണങ്ങൾ സഭയ്ക്കുള്ളിൽ ഉന്നയിക്കുവാൻ അടിയന്തര പ്രമേയ ചർച്ചയ്ക്ക് ആവശ്യമുന്നയിച്ച പ്രതിപക്ഷത്തിന് അടിയന്തര പ്രമേയ ചർച്ച ആ വിഷയത്തിൽ നടത്തണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ആവശ്യം തള്ളിയപ്പോൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രതിപക്ഷ നേതാവ് VD സതീശൻ നടത്തിയ പ്രസംഗത്തിലാണ് കാര്യങ്ങൾ കുറച്ചുകൂടി ഗൗരവപരമായി മാറിയിരിക്കുന്നത്. SFIയുടെ എല്ലാ തരത്തിലുള്ള ആക്രമണങ്ങൾക്കും വഴിവെച്ചു കൊടുക്കുന്നത് സർക്കാരാണെന്നും അല്ലെങ്കിൽ ഇടതുപക്ഷ നേതാക്കന്മാരാണെന്നുമുള്ള വാദം പ്രതിപക്ഷ നേതാവ് VD സതീശൻ സഭയ്ക്കുള്ളിൽ കാര്യമായി തന്നെ ഉന്നയിച്ചു. ഞാൻ പോകുള്ളൂ 9 മിനിറ്റ്. സാർ, മഹാരാജാസ് കോളേജിൽ ഇതുപോലെ എന്താണ് സാർ, ഒരു മര്യാദ വേണം, മന്ത്രിയായ ഒരു മര്യാദ വേണം ആദ്യം. സാർ, മഹാരാജാസ് കോളേജിൽ സംസാരിച്ചോ. സാർ, മഹാരാജാസ് കോളേജിൽ പ്രിൻസിപ്പലിന്റെ കസേര പുറത്തു കൊണ്ടുപോയി കത്തിച്ചു. അതിനേക്കാളും നല്ല പ്രിൻസിപ്പലിനെ കത്തിക്കുന്നതായിരുന്നു. പ്രതീകാത്മകമായി ചെയ്താണ്. സാർ, MG യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ ASF സംസ്ഥാന നേതാവിനെ ക്രൂരമായി മർദ്ദിച്ചു. SFI നേതാക്കൾ പറഞ്ഞ വാക്കുകൾ എനിക്കിവിടെ പറയാൻ പറ്റില്ല, അൺപാർലമെന്ററിയാണ്. സാർ, നവയുഗം ജനയുഗം എഴുതിയെന്താ ഫാസിസ്റ്റ് കഴുകൻ കൂട്ടങ്ങളെന്നാണ്. മുഖ്യമന്ത്രി ഇപ്പോൾ ന്യായീകരിച്ച ഈ വിദ്യാർത്ഥി സംഘടനയെക്കുറിച്ച് റവന്യൂ മന്ത്രിയുടെ പത്രമായ ജനയുഗം എഴുതിയത് ഫാസിസ്റ്റ് കഴുകൻ കൂട്ടങ്ങളെന്നാണ്. പിന്നെ രാഹുൽ ഗാന്ധിയുടെ ഓഫീസിലെ ഗാന്ധി ചിത്രം തകർത്തു. SFIക്കാര് രാഹുൽ ഗാന്ധിയുടെ ഓഫീസ് അടിച്ചു തകർത്തത് ആ പോയ പോക്കിൽ ഗാന്ധിയുടെ ചിത്രത്തിന് മാലയിടാൻ വേണ്ടി പോയതാണോ? ആണോ പോയത്? നിങ്ങൾ സംഘപരിവാറിനെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ചെയ്താണ്. സംഘപരിവാറിനെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ചെയ്താണ്. നിങ്ങൾ എന്തിനാ ഏഷ്യാനെറ്റിന്റെ ഓഫീസ് അടിച്ചു തകർത്ത്? എന്തിനാ ഏഷ്യാനെറ്റിന്റെ ഓഫീസ് നിങ്ങൾ എന്തിനാ അടിച്ചു തകർത്തത്? സാർ, പറയാം, ചാപ്പകുത്തി കാര്യം പറയാം. സാർ ASFന്റെ നേതാവ് സുബേഷ് സുധാകരൻ 123 ദിവസം SFIക്കാർ ആക്രമിച്ചിട്ട് ആശുപത്രി കിടന്നു. അയാൾ പറഞ്ഞെന്താണെന്നറിയാമോ? ഞങ്ങളെ ഇന്നുവരെ ഒരു ക്യാമ്പസിലും KSUക്കാർ മർദ്ദിച്ചിട്ടില്ല. ഞങ്ങളെ മർദ്ദിക്കുന്നതും കൊല്ലാൻ ശ്രമിച്ചിട്ടുള്ളതും SFIക്കാരാണ്. സുബേഷ്, ASF നേതാവ്. സാർ, ഇവിടെ പറഞ്ഞല്ലോ AKG സെന്ററിൽ ബോംബെറിഞ്ഞു. എന്നിട്ട് സാർ, ഇതേപോലത്തെ ആളുകളാണ് ഈ കുഴപ്പമുണ്ടാക്കുന്നത് റോട്ടിലിറങ്ങിയാലും. പ്ലീസ്, അങ്ങ് സംസാരിച്ചോ. അങ്ങോട്ട് നോക്കണ്ട. എനിക്ക് സംരക്ഷണം. അതെ, ഇപ്പൊ സംസാരിക്കാൻ ഒരു പ്രോബ്ലം ഇല്ല. ഇവിടെ എന്ത് മര്യാദ, ഒരു പ്രോബ്ലം ഇല്ല. നിങ്ങൾ സംസാരിച്ചോ, അതങ്ങ് ഇഗ്നോർ ചെയ്യും. നിങ്ങൾ സംസാരിച്ചോ. അങ്ങക്ക് മൈക്കുണ്ട്, അങ്ങ് സംസാരിച്ചോ. ഞാൻ സംസാരിക്കുന്നത് ഞാൻ കേൾക്കുന്നത് അങ്ങയുടെ പ്രസംഗം ഞാൻ കേൾക്കുന്നുണ്ട് കൃത്യമായി. അങ്ങ് സംസാരിച്ചോ. അങ്ങനെ സംസാരിക്കാൻ പറ്റും. മറുഭാഗം കേൾക്കുന്നുണ്ട്. അങ്ങ് ഇങ്ങനെ കംപ്ലീറ്റ് സൈലന്റ് ആക്കിയ ഒരു അടിയന്തരമായ പ്രസംഗം നടക്കുമോ? പിൻ ഡ്രോപ്പ് സൈലൻസിൽ എപ്പോഴും കൂടെ പ്രസംഗം നടന്നിട്ടുണ്ടോ? അങ്ങേക്ക് അതിന് പറ്റില്ല എന്ന് പറഞ്ഞാൽ മതി. ആരും ഞാൻ ഇവിടെ അങ്ങനെ തന്നെയാണ് സ്ഥിതി. ചെയറിൽ നാളെ നിങ്ങൾ ഇരുന്നാലും ഇതന്നെ ഗതി. ചെയറിൽ എനിക്ക് പകരം അങ്ങ് ഇരുന്നാലും ഇതന്നെ ഗതി. പിൻ ഡ്രോപ്പ് സൈലൻസ് ഒരിക്കലും ആവാറില്ല ഇവിടെ. അത് രണ്ടു പക്ഷവും കാണിക്കേണ്ട മര്യാദയാണ്. എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? പ്ലീസ് അങ്ങ് പറഞ്ഞോ. എഴുന്നേറ്റ് ഇരിക്കാൻ പറയാം. ഞാൻ എല്ലാം പറഞ്ഞിട്ടേ പോവുള്ളൂ. മുഖ്യമന്ത്രി ചോദിച്ചു, AKG സെന്ററിൽ ബോംബെറിഞ്ഞതിന് നിങ്ങൾ എന്തെല്ലാം വാർത്തകൾ വന്നു? സാർ, ഈ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സ്ഥാപകനാരാ? P. കൃഷ്ണപിള്ള. ആ സ്മാരകം തല്ലിത്തകർത്ത ആരാ? നിങ്ങൾ തന്നെയല്ലേ? നിങ്ങൾ തന്നെ. അങ്ങയുടെ പ്രസംഗം 13 മിനിറ്റ് കഴിഞ്ഞു. അങ്ങയുടെ പ്രസംഗം 13 മിനിറ്റ് കഴിഞ്ഞു. സാധാരണ ഒരു വാക്കൌട്ട് സ്പീച്ച് നിങ്ങൾ നടത്താറില്ല. അങ്ങ് തന്നെ പാലിക്കുന്ന ജെന്റിൽനെസ് ഉണ്ട്.
അല്ലല്ല, ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവൻ ഇക്കാലം അത്രയും പാലിച്ച ജെന്റിൽനെസ് ഉണ്ട്. അങ്ങ് ഇതിനും പാലിക്കണം പ്ലീസ്. അങ്ങ് മുഖ്യമന്ത്രി 25 മുഖ്യമന്ത്രി അവതരണം മറുപടി 2 മറുപടിയാണ്. രണ്ട് മറുപടി മുഖ്യമന്ത്രി 2 മറുപടിയാണ്. ക്ലോക്കിൽ വളരെ ക്ലിയർ ആയി ഞാൻ വാച്ച് ചെയ്യുന്നുണ്ട്. മുഖ്യമന്ത്രി 2 മറുപടിയാണത്. പ്ലീസ് നിങ്ങള് ഒരു പ്രതിപക്ഷ നേതാവിനെ 13 മിനിറ്റ് ആയപ്പോ സമയമായെന്ന് അങ്ങ് പാലിക്കുന്ന മര്യാദയാണ്. ബഹളം ഉണ്ടാക്കിയില്ലേ ഞാൻ 10 മിനിറ്റ് ഞാൻ പറഞ്ഞിട്ടേ പോവുള്ളൂ. സാർ ചാപ്പകുത്തിയ സംഭവം പറഞ്ഞു. സാർ 2000 ആണ്ടിലാണേ, 2000 നവംബർ 10 ചാപ്പകുത്തി. സാർ ആ വിദ്യാർത്ഥി എവിടെയാണ് സാർ പറഞ്ഞേക്കുന്നത്? നിങ്ങളുടെ ദേശാഭിമാനിയിൽ ഒരു വാർത്ത വന്നു, അത് കോൺഗ്രസ് ഓഫീസിലെ ചാപ്പകുത്തിയെന്ന്. ആ വാർത്ത വായിച്ചിട്ട് ഇവിടെ ഒന്ന് പറയല്ലേ സാർ? ഒരു വാർത്തയില്ല. ഞാൻ നിങ്ങളിരിക്കി ദേശാഭിമാനിയിൽ വന്ന വാർത്തയാണ് സാർ. ഇവിടെ നടക്കുന്നത് ഈ ക്യാമ്പസുകളിൽ മുഴുവൻ ഇടിമുറികൾ ഉണ്ടാക്കി പൈശാചികമായ വേട്ട നടത്തി എതിർ രാഷ്ട്രീയ പ്രവർത്തനം നടത്താൻ ആരെയും സമ്മതിക്കാതെ, ഞങ്ങളെ മാത്രമല്ല ASF ഉൾപ്പെടെ ആരെയും സമ്മതിക്കാതെ ക്യാമ്പസുകളിലെ ക്രിമിനലുകൾ അഴിഞ്ഞാടുകയാണ്. സാർ, മുഖ്യമന്ത്രി ഇന്ന് നടത്തിയ ഈ പ്രസ്താവനയോട് കൂടി കേരളത്തിലെ ക്യാമ്പസുകളിൽ ഇനി ഇവരെ നിയന്ത്രിക്കാൻ ഒരാളുമില്ലാത്ത അവസ്ഥയിലേക്ക് പോകാൻ. നിങ്ങൾ ക്രിമിനലുകളെ പ്രോത്സാഹിപ്പിച്ച നിങ്ങളുടെ കൈവിട്ടു പോകും. സാർ, ഞങ്ങൾ അതിശക്തമായി പ്രതിഷേധിക്കുകയാണ്. ഇതൊരു കാരണവശാലും ഇന്നത്തെ മുഖ്യമന്ത്രിയുടെ പ്രസ്താവന അങ്ങയുടെ സ്ഥാനത്തിന് നേരത്താണ്. അങ്ങ് നവകേരള സദസ്സിനെ കുറിച്ച് പറഞ്ഞു. നവകേരള സദസ്സ് നിങ്ങൾക്ക് ആ നവകേരള സദസ്സ് യാത്ര ചെയ്തപ്പോ നിങ്ങൾക്ക് തോന്നി നിങ്ങൾ തെരഞ്ഞെടുക്കപ്പെട്ട മുഖ്യമന്ത്രിയാണ്, ജനങ്ങൾ തെരഞ്ഞെടുത്ത്. നിങ്ങൾക്ക് തോന്നി നിങ്ങൾ മഹാരാജാവാണെന്ന് തോന്നി. നിങ്ങളോട് ഞങ്ങൾ പറയുന്നു, നിങ്ങൾ മഹാരാജാവല്ല, നിങ്ങൾ കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ്. സർ, ഞാൻ മഹാരാജാവൊന്നുമല്ല, ഞാൻ ജനങ്ങളുടെ ദാസനാണ്. എല്ലാ കാലത്തും ജനങ്ങളോടൊപ്പമാണ്, ജനങ്ങളുടെ കൂടെയാണ് നിന്നിട്ടുള്ളത്. ജനങ്ങൾക്ക് വേണ്ടി എന്തും ചെയ്യും. ജനങ്ങൾക്ക് വേണ്ടിയാണ്, ജനങ്ങളുടെ കൂടെയാണ്, ജനങ്ങളുടെ ദാസനാണ്. നിങ്ങള് അധികാരം കയ്യിൽ വന്നപ്പോ അമിതമായ അധികാരം ഉപയോഗിച്ച് ഈ ആളുകളെ മുഴുവൻ, പാവപ്പെട്ട കുഞ്ഞുങ്ങളെ തല്ലിക്കൊന്ന് കെട്ടിത്തൂക്കിയവനെ വരെ ന്യായീകരിച്ചപ്പോ, നിങ്ങൾ ആ കുട്ടികളെ മുഴുവൻ മർദ്ദിച്ചപ്പോൾ നിങ്ങൾ വിചാരിച്ചു നിങ്ങൾ മഹാരാജാവാണെന്ന്. നിങ്ങൾ മഹാരാജാവല്ല, എന്നാണ് കേരളം നിങ്ങളെ ഓർമ്മപ്പെടുത്തിയത്. സാർ, അതാണ് നിങ്ങൾ ധരിക്കേണ്ടത്. എന്നെ കൊണ്ട് പറയിപ്പിക്കും. പ്രതിപക്ഷ നേതാവ് അങ്ങ് വാക്കൗട്ട് ചെയ്യുന്നുണ്ടോ? പ്രതിപക്ഷ വാക്കൗട്ട് ചെയ്യുന്നുണ്ടോ? പ്ലീസ് അവിടെ പോയിരിക്കെ പ്രതിപക്ഷ അങ്ങ് വാക്കൗട്ടാണോ? എന്താണ് വാക്കൗട്ടാണോ? എന്താന്ന് പറയരുതാ. അവരിരിക്കട്ടെ, നിങ്ങൾ അവിടെ പോയിരിക്കെ ഒന്ന് അവിടെ പോയിരിക്കെ. എന്താ നിങ്ങളുടെ ഉദ്ദേശം? എന്താ? വാക്കൗട്ടാണോ? ബഹുമാനപ്പെട്ട പാർലമെന്ററി മിനിസ്റ്റർ. യെസ് സാർ, ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് പറഞ്ഞ ആക്ഷേപകരമായിട്ടുള്ള പരാമർശങ്ങൾ ഈ സഭാരേഖകളിൽ ഉണ്ടാകാൻ പാടില്ല. മഹാത്മാഗാന്ധിയുടെ ചിത്രം SFIക്കാരാണ് തകർത്തത് എന്ന് പറഞ്ഞത് ആക്ഷേപകരമായ പരാമർശമാണ്. തകർത്തത് കോൺഗ്രസുകാർ തന്നെയാണ് എന്ന് പോലീസ് റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിട്ടുള്ള കാര്യമാണ്. അത് സഭാരേഖകളിൽ നിന്ന് നീക്കം ചെയ്യാം. അല്ല, അത് മാത്രമല്ല, ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ആവർത്തിച്ച് ചെയറിനെ ഭീഷണിപ്പെടുത്തുകയും ചെയറിന് നേരെ ആക്രോശങ്ങൾ നടത്തുകയും ചെയ്യുകയാണ്. സഭയ്ക്കകത്തും സഭയ്ക്ക് പുറത്തും ചെയറിനെ ഭീഷണിപ്പെടുത്താനും സമ്മർദ്ദത്തിലാക്കാനുമുള്ള ശ്രമമാണ് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് നടത്തുന്നത്. എല്ലാ ആളുകളും പാലിക്കേണ്ട ചില മര്യാദകളാണ്. തുടർച്ചയായി ആക്ഷേപങ്ങൾ ചെയ്യുന്നത് ഒരു ജനാധിപത്യ സമൂഹത്തിന് യോജിച്ചതല്ല. ചെയറിന് നേരെ ആക്ഷേപങ്ങൾ ചൊരിയുന്നത്, ചെയറിനെതിരെ നിങ്ങൾക്ക് ആക്ഷേപങ്ങൾ ഉണ്ടെങ്കിൽ ചേംബറിൽ വന്ന് പറയാം. അല്ലാതെ ചെയറിനെതിരെ ആക്ഷേപ സ്വരങ്ങൾ ചൊരിയുന്നത് ഒരു ജനാധിപത്യത്തിന്, ഒരു ഹെൽത്തി ഡെമോക്രസിക്ക് ചേർന്നല്ല എന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ്.
തനിക്ക് പറയാനുള്ളതെല്ലാം പറഞ്ഞതിന് ശേഷം മാത്രമേ ഇരിക്കൂ എന്ന് സ്പീക്കർക്ക് വരെ താക്കീത് നൽകിക്കൊണ്ടാണ് വി ഡി സതീശൻ തന്റെ പ്രസംഗം അവസാനിപ്പിക്കുന്നത്. ഇത് ആദ്യമായല്ല സ്പീക്കറും വി ഡി സതീശനും തമ്മിൽ ഏറ്റുമുട്ടുന്നത്. സഭയ്ക്കുള്ളിൽ ചർച്ച ചെയ്യപ്പെടേണ്ടതായിട്ടുള്ള വിഷയങ്ങളൊക്കെ ചർച്ച ചെയ്യുവാൻ കൊണ്ടുവരുമ്പോൾ അവയെല്ലാം സ്പീക്കറും ഇടതുപക്ഷ നേതാക്കന്മാരും ചേർന്ന് തടയുവാൻ ശ്രമിക്കുന്ന ഒരു പ്രവണത കഴിഞ്ഞ ദിവസങ്ങളായി സഭയ്ക്കുള്ളിൽ കാണുന്നതാണ്. ഈ വിഷയം തന്നെ വീണ്ടും വീണ്ടും ഉന്നയിച്ചുകൊണ്ട് തന്നെയാണ് സ്പീക്കറും പ്രതിപക്ഷ നേതാവും തമ്മിൽ ഇത്തരത്തിൽ വലിയ പോരുകളും സഭയ്ക്കുള്ളിൽ നടക്കുന്നത്. ഇന്ന് സ്പീക്കറുമായി മാത്രമായിരുന്നില്ല പ്രതിപക്ഷ നേതാവിന്റെ ഏറ്റുമുട്ടൽ. പകരം എതിർഭാഗത്തുള്ള മന്ത്രിമാരുമായും MLA മാരുമായും ഒക്കെ ഈ വിഷയത്തിൽ ഏറ്റുമുട്ടുകയായിരുന്നു പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ.